ആകെ MBBS പഠിച്ചത് 2 കൊല്ലം മാത്രം. പക്ഷേ വ്യാജൻ ജോലി ചെയ്തത് 3 ആശുപത്രികളിൽ. MBBS പൂർത്തിയാക്കാത്ത ഈ ബിരുദൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ RMO ആയി ജോലി തുടരുകയായിരുന്നു. വ്യാജ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുമായാണ് തിരുവനന്തപുരം സ്വദേശി വിശാഖ് RMO ആയത്. കണ്ണൂർ കിംസ് ആശുപത്രിയിലെ RMO വൈശാഖ് എസ് കുമാറിന്റേത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഞങ്ങൾ രോഗികൾ എന്ന വ്യാജേന ചികിത്സ തേടി ഡോക്ടറുടെ അടുത്തെത്തി. RMO വൈശാഖ് എസ് കുമാർ പരിശോധിക്കുന്ന രംഗങ്ങളാണിത്. മരുന്നും കുറിച്ചു നൽകി. കിംസ് ആശുപത്രിയിൽ വൈശാഖ് എസ് കുമാർ ഹാജരാക്കിയ കേരള മെഡിക്കൽ കൗൺസിലിന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റാണിത്. രജിസ്ട്രേഷൻ നമ്പർ 43061. വൈശാഖ് എസ് കുമാർ 6/12/2013 രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സരസ്വതി ഭവൻ, SN നഗർ, PO പേട്ട, ട്രിവാൻഡ്രം എന്ന് മേൽവിലാസം. ഈ രജിസ്ട്രേഷൻ നമ്പറിൽ മെഡിക്കൽ കൗൺസിൽ നൽകിയ സർട്ടിഫിക്കറ്റ് ലീസൺ തോമസ് എന്ന വിദ്യാർത്ഥിനിക്കാണ്. സ്വന്തം കൈപ്പടയിൽ എഴുതിയുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുമായി വൈശാഖ് RMO ആയി ജോലി തുടങ്ങിയിട്ട് ഏറെ നാളായി. കണ്ണൂരിലെ മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റലിൽ 6 മാസം, കിംസ് ആശുപത്രിയിൽ 1 വർഷമായി ജോലി നോക്കുന്നു. ഇതിനിടയിൽ ധനലക്ഷ്മി ഹോസ്പിറ്റലിലും RMO ആയി ജോലി നോക്കുന്നു. ഇത് വൈശാഖ് എസ് കുമാറിന്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ രേഖകൾ. 2008 ബാച്ചിൽ ഇവിടെ MBBS പഠനത്തിന് 01/325/08 രജിസ്റ്റർ നമ്പറുള്ള വൈശാഖ് എസ് കുമാർ എന്ന വിദ്യാർത്ഥി പഠിച്ചത് 2 വർഷം മാത്രം. 3ാം വർഷ പരീക്ഷ കഴിഞ്ഞ ജൂൺ മാസം എഴുതി ഫലം കാത്തിരിക്കുന്നു. മേൽവിലാസം വൈശാഖ് ഭവൻ, RC സ്ട്രീറ്റ്, ബാലരാമപുരം, ട്രിവാൻഡ്രം. 3 ആശുപത്രികളിലെ എല്ലാ എമർജൻസി കേസുകളും കൈകാര്യം ചെയ്ത ഈ വ്യാജ ഡോക്ടർ എത്ര രോഗികളെ എന്തൊക്കെ ചെയ്തു എന്ന് ആർക്കറിയാം? നമ്മുടെ ആതുര സേവന മേഖലയിൽ എത്രമാത്രം വ്യാജന്മാർ കടന്നുകൂടിയിട്ടുണ്ടാവും? ഡോക്ടർമാരെ നിയമിക്കുന്നതിൽ ഈ മേഖല കാണിക്കുന്ന ശുഷ്കാന്തിയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. മോഷണക്കുറ്റം ആരോപിച്ച് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പോലീസിന്റെ വക ക്രൂരമർദ്ദനം. വടക്കേക്കര പോലീസിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അസം സ്വദേശി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമുണ്ടായില്ല. അതിനാൽ മർദ്ദനത്തിന് അതിരുമുണ്ടായില്ല. മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ 22-നായിരുന്നു അസമിലെ ലഖിംപൂർ ജില്ലക്കാരനായ റാത്തൽ ചോറ്റിയയെ വടക്കേക്കര SIയും സംഘവും കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ സംഭവത്തെ സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്ന് പലതവണ പറഞ്ഞുവെങ്കിലും പോലീസ് മർദ്ദനം തുടരുകയായിരുന്നുവെന്ന് യുവാവ് പറയുന്നു. ആദ്യം ബൂട്ടിട്ട് 2 തുടകളിലും SI ശക്തിയായി ചവിട്ടി. ചവിട്ടേറ്റ് വീണ 32-കാരനെ മറ്റു പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു. तुम जानता है तुम छुपा के रखा है, चलो मेरा कुछ नहीं मालूम है, मेरे को मान से क्या फायदा, ऐसे बुलाया मैं. उसके बाद तुम मालूम है ऐसे मार के ऐसे बोल के मारा मेरे को. പോലീസിന്റെ മർദ്ദനത്തിൽ അടിവയറിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് യുവാവിനെ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. യുവാവിന് കാവൽ നിൽക്കുന്ന വടക്കേക്കര പോലീസ് തന്നെയാണ് ആശുപത്രി ചെലവ് വഹിക്കുന്നത്. ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് ഈ സംഭവം മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുവെച്ചത് ഏറെ ദുരൂഹമാണ്. ഇതിനിടെ യഥാർത്ഥ പ്രതിയായ മറ്റൊരു അസം സ്വദേശി നാട്ടിലേക്ക് കടന്നതായി പോലീസ് കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നേവൽ ഓഫീസറുടെ കാറിൽ ആയുധങ്ങളുമായി വന്ന 4-അംഗ സംഘത്തെ കാസർഗോഡ് പോലീസ് പിടികൂടി. മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് മാറിയ ഓഫീസറുടെ കാർ കൊച്ചിയിലെത്തിക്കാൻ വന്ന സംഘമാണ് അറസ്റ്റിലായത്. കാറിന്റെ ഡ്രൈവർ മുംബൈ താന സ്വദേശി മുനീർ, ഇയാളുടെ സുഹൃത്തുക്കളായ അബ്രാൻ, അബ്ദുൽ ബഷീർ സർവി, മുസ്താഖ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും ഒരു തോക്കും 2 വാളുകളും പോലീസ് കണ്ടെടുത്തു. സംഘം മംഗലാപുരം ഉള്ളാളിലെ ഒരു വീട്ടിൽ കവർച്ച നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു. സംഘത്തെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതികളായ റുക്സാനയ്ക്കും വിന്ധ്യാസിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് കേസെടുക്കുന്നില്ല. രവീന്ദ്രന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടിട്ടും വെഞ്ഞാറമ്മൂട് പോലീസ് ഇവർക്കെതിരെ ഇതുവരെയും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. കമ്മീഷണറുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന വാർത്ത DCP നിശാന്തിനി നിഷേധിച്ചു. കിടപ്പറ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പണം തട്ടുന്ന കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗിന്റെ മുഖ്യകണ്ണികളായ വിന്ധ്യാസിനും റുക്സാനക്കുമെതിരെ നിർണായക ടെലിഫോൺ സംഭാഷണ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV പുറത്തുവിട്ടത്. മാനഹാനി ഭയന്ന് ആത്മഹത്യ ചെയ്ത രവീന്ദ്രന്റെ മരണത്തിന് പിന്നിൽ ഇരുവരുമാണെന്ന് ബലപ്പെടുത്തുന്നതായിരുന്നു പീപ്പിൾ പുറത്തുവിട്ട തെളിവുകൾ. എന്നിട്ടും ഇവർക്കെതിരെ കേസെടുക്കാനോ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനോ വെഞ്ഞാറമ്മൂട് പോലീസ് തയ്യാറായില്ല. തെളിവുകൾ പുറത്തായതോടെ മുൻകരുതൽ എന്ന നിലയിൽ വിന്ധ്യാസും റുക്സാനയും ഒളിവിലും പോയി. ഉന്നതർ ഉൾപ്പെട്ട ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസ് ഒതുക്കാൻ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിനുമേൽ ഉള്ളതായാണ് ലഭിക്കുന്ന സൂചനകൾ. കേസിന്റെ പേരിൽ DCP നിശാന്തിനിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം
അവധിയെടുത്ത കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ KG ജെയിംസ് അവധി നീട്ടി. കേസിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ നിശാന്തിന് കൈക്കൊണ്ട നടപടികളാണ് KG ജെയിംസിനെ അവധിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. എന്നാൽ ഈ കേസിൽ പോലീസിനുമേൽ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിൻ്റെ മേൽ ഒരു സമ്മർദ്ദവുമില്ല. സത്യസന്ധമായ അന്വേഷണമാണ് നടക്കുന്നത്. യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. ഇതിനകത്ത് നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിലുള്ള അന്വേഷണം മാത്രമേ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയുള്ളൂ. അതിൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരില്ല. ആരെയും മനഃപൂർവ്വം കൊടുക്കാനോ ആരെയും ഒഴിവാക്കാനോ ഒന്നും പോലീസ് ശ്രമിക്കില്ല. വളരെ സത്യസന്ധമായ നിലയിലുള്ള അന്വേഷണം മാത്രമേ നടക്കുകയുള്ളൂ. കേസിലെ പ്രതി ജയചന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് വിവാദയിടമായി മാറിയ MLA ഹോസ്റ്റലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ശരിയില്ലെന്ന് K മുരളീധരൻ MLA പറഞ്ഞു. ഉന്നതർ ഇരകളായ ഈ കേസൊതുക്കാനും അതിന്റെ പേരിൽ പണം തട്ടാനും അതോടൊപ്പം ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് കേസ് ഉപയോഗപ്പെടുത്താനും വലിയ ചരടുവലികൾ അണിയറയിൽ നടക്കുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിൽ പങ്കാളിയായെന്ന് പോലീസിനോട് പ്രതി ജയചന്ദ്രന്റെ കുറ്റസമ്മതം. ഗൂഢാലോചന നടത്തിയത് റുക്സാനയുടെ ഫ്ളാറ്റിലെന്നും ഫ്ളാറ്റിൽ വെച്ചാണ് ഇരകളുടെ പട്ടിക തയ്യാറാക്കിയതെന്നും ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകി. കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്തവെയാണ് ജയചന്ദ്രൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 ദിവസം താൻ ചെലവന്നൂരിലുള്ള റുക്സാനയുടെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു. ഈ സമയത്താണ് ബ്ലാക്ക്മെയിൽ തട്ടിപ്പിന്റെ ഗൂഢാലോചന നടത്തിയത്. തട്ടിപ്പിനിരയാക്കേണ്ടവരുടെ പട്ടിക താൻ തയ്യാറാക്കിയത് റുക്സാനയുടെ ഫ്ളാറ്റിൽ വെച്ചാണെന്നും ജയചന്ദ്രൻ കുറ്റസമ്മതം നടത്തി. തുടർന്ന് ഇയാളെ കാക്കനാട്ടുള്ള ബിന്ധ്യാസിന്റെ വാടക വീട്ടിലും തെളിവെടുപ്പിനെത്തിച്ചു. ബ്ലാക്ക്മെയിൽ കേസിലെ മുഖ്യ സൂത്രധാരൻ ജയചന്ദ്രനാണ് എന്ന് അന്വേഷണത്തിൽ നേരത്തെ പോലീസിന് വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളെ തിരുവനന്തപുരത്ത് എത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൈതമുക്കിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. നാളെ വൈകിട്ട് 5 മണിയോടെ ജയചന്ദ്രന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ജയചന്ദ്രനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബ്ലൂ ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതി ജയചന്ദ്രൻ താമസിച്ച MLA ഹോസ്റ്റലിലെ മുറിയുടെ പൂട്ട് പൊളിച്ചുവെന്ന് V ശിവൻകുട്ടി MLAയുടെ ആരോപണം. ജയചന്ദ്രൻ താമസിച്ച 447 നമ്പർ മുറി പോലീസ് സീൽ ചെയ്തെങ്കിലും പിന്നീട് പൂട്ട് പൊളിച്ച് പുതിയ പൂട്ടിട്ടത് ദുരൂഹമാണെന്നും തെളിവുകളും രേഖകളും എടുത്തു മാറ്റിയെന്നും ചൂണ്ടിക്കാട്ടി V ശിവൻകുട്ടി MLA DGPക്ക് കത്തയച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 8:15 എയർ ഏഷ്യ വിമാനത്തിൽ മലേഷ്യയിൽ നിന്നെത്തിയ 3 പേരിൽ നിന്നാണ് 3 കോടി രൂപ വില മതിക്കുന്ന 11 കിലോ സ്വർണം DRI പിടികൂടിയത്. സ്വർണം ശരീരത്തിലും ബാഗിലുമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കർണാടക സ്വദേശികളാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കം KMCT പോളിടെക്നിക്കിലെ 100 കണക്കിന് വിദ്യാർത്ഥികളെ 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ചെറിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം കോളേജിൽ ഹാജരായില്ലെന്ന കാരണം പറഞ്ഞാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. KMCT പോളിടെക്നിക് കോളേജിലെ 2ാം വർഷ 3ാം വർഷ വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പൽ 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം കോളേജിൽ ഹാജരായില്ലെന്നതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ നടപടി. ബുധനാഴ്ച ഭൂരിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും കോളേജിൽ ഹാജരായിരുന്നില്ല. 1ാം വർഷ വിദ്യാർത്ഥികളും ക്ലാസ്സിൽ ഹാജരായിരുന്നില്ലെങ്കിലും ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അത് ഇനി സമരമാണ് മറ്റൊരു മാർഗം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമരത്തിന് ഞങ്ങൾ രക്ഷിതാക്കളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗത്ത് ഞങ്ങൾ പൂർണ്ണമായ സപ്പോർട്ട്, ഇതുവരെ കൊടുക്കാത്ത സപ്പോർട്ട് സമരത്തിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. 50ലേറെ വിദ്യാർത്ഥികളുള്ള 9 ബാച്ചുകളിലെ 100 കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഒക്ടോബർ 1 വരെ സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പോളിടെക്നിക്കിൽ പഠിക്കുന്നത്. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും പ്രിൻസിപ്പൽ പിഴ ഈടാക്കാറുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. നേരത്തെ വിദ്യാർത്ഥി സമരം പ്രഖ്യാപിച്ചപ്പോൾ 1 മാസത്തേക്ക് കോളേജ് അടച്ചിട്ടത് വിവാദമായിരുന്നു. വൻതുക ഫീസായി നൽകി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന മാനേജ്മെന്റിന്റെ നിലപാടിൽ അധ്യാപകർക്കിടയിലും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുപ്രീം കോടതി നിരോധിച്ച മാരക കീടനാശിനി എൻഡോസൾഫാൻ വീണ്ടും ഉപയോഗിക്കാൻ കേന്ദ്ര കീടനാശിനി കൺട്രോൾ ബോർഡിന്റെ അനുമതി. ബോർഡിന്റെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാവുന്ന കീടനാശിനികളുടെ പട്ടികയിൽ എൻഡോസൾഫാനും ഉൾപ്പെട്ടിട്ടുണ്ട്. കാസർകോട്ട് എൻഡോസൾഫാൻ ദുരന്തം വിതച്ച പശ്ചാത്തലത്തിൽ DYFI ആണ് ഈ മാരക വിഷത്തിന്റെ നിരോധനം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്നത്തെ UPA സർക്കാർ നിരോധനത്തിന് തയ്യാറാകാത്തതിനെ തുടർന്നാണിത്. 2011 മെയ് 13 സുപ്രീം കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. മാത്രമല്ല, ലോകത്തെ മിക്ക രാജ്യങ്ങളും എൻഡോസൾഫാൻ ഉൽപ്പാദനവും ഉപയോഗവും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ പരമോന്നത കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കാവുന്ന കീടനാശിനികളുടെ പട്ടികയിൽ എൻഡോസൾഫാനെയും കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. നിരോധിത കീടനാശിനികളുടെ പട്ടികയിൽ എൻഡോസൾഫാൻ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്.
അതിനാൽ ഉപയോഗിക്കാവുന്ന കീടനാശിനികളുടെ പട്ടികയിൽ എൻഡോസൾഫാൻ അബദ്ധത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് വ്യക്തം. എൻഡോസൾഫാൻ ഉൽപ്പാദക കമ്പനികളുടെ താൽപ്പര്യം മുൻനിർത്തിയാണ് ബോർഡിൻ്റെ ഈ നടപടിയെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഈ കീടനാശിനി ലോബി വളരെ ശക്തമാണ്. അവർക്ക് ആരെയും സ്വാധീനിക്കാൻ കഴിയുന്നു. ജനീവ കൺവെൻഷനിൽ 2011 ലോകരാഷ്ട്രങ്ങളിൽ ഒരിടത്തും എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല എന്ന തീരുമാനമെടുത്തത്. ഈ താൽപ്പര്യകക്ഷികൾ എന്ന് വെച്ചാൽ ഇതിന് നിർമ്മാണ കമ്പനികൾ ആവശ്യപ്പെട്ടു ഗോഡൌണിൽ സ്റ്റോക്കുള്ളത് തീരുന്നതുവരെ ഉപയോഗിക്കാൻ അനുവദിക്കണം. കോടതി അത് അനുവദിച്ചിട്ടില്ല. ഇത് കയറ്റി അയക്കാനുള്ള അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും കോടതി അനുവദിച്ചില്ല. ഈ തരത്തിലാണ് അത് നീക്കുന്നത്. ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയുള്ള അന്തിമ വിധി വരുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനൊരു നിലപാടെടുത്തു എന്ന് പറയുന്നത് വളരെ വളരെ ഖേദകരമാണ്. കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച ടൺ കണക്കിന് എൻഡോസൾഫാൻ ഇപ്പോൾ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇവ വിറ്റഴിക്കുന്നതിന് നിരോധനം ഒഴിവാക്കി കിട്ടുവാൻ കമ്പനികൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ്. കീടനാശിനി ബോർഡിൻ്റെ അനുകൂല നടപടി. ക്യാമറാമാൻ ഷൈജു പിലാത്തറയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. +2 അനുവദിച്ചുള്ള സർക്കാർ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ. തുറവൂർ മാർ അഗസ്റ്റിൻ സ്കൂളിന് +2 അനുവദിച്ച നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. +2 അനുവദിച്ച് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവും രേഖകളും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ മറികടന്ന് തങ്ങൾക്ക് +2 സ്കൂൾ അനുവദിക്കാതെ മാർ അഗസ്റ്റിൻ സ്കൂളിന് +2 അനുവദിച്ചെന്ന് പരാതിപ്പെട്ട് സെൻറ് ജോസഫ് ഹൈസ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റാണ് കോടതിയെ സമീപിച്ചത്. +2 അനുവദിച്ച സർക്കാർ ഉത്തരവ് ഹാജരാക്കാൻ ഇന്നലെ കോടതി അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവ് AG KP ദണ്ഡപാണി കോടതിക്ക് കൈമാറി. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ അപേക്ഷ പരിഗണിക്കാതെ മാർ അഗസ്റ്റിൻ ഹൈസ്കൂളിന് +2 അനുവദിച്ചത് ക്രമവിരുദ്ധമാണെന്ന് ഹർജിക്കാർ വാദിച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ മറികടന്ന് +2 അനുവദിച്ചത് ക്രമപ്രകാരമല്ലെന്ന് പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥി പ്രവേശനം കോടതി തടഞ്ഞത്. ഈ മാസം 11 മുൻപ് സർക്കാർ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. +2 സ്കൂൾ അനുവദിച്ചില്ലെന്ന് പരാതിപ്പെട്ട് മറ്റൊരു സിംഗിൾ മാനേജ്മെൻറ്റ് സമർപ്പിച്ച ഹർജിയിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി വിസമ്മതിച്ചു. അതേസമയം +2 വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അറിയിച്ചു. നിവേദനം നൽകിയപ്പോൾ പറഞ്ഞ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. അപ്പോൾ ആ ജിയോയിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിനൊന്നും ഒരു വിലയില്ല അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നടപടികൾ പാലിക്കാതെ, ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അലോട്ട്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു ഗവൺമെൻറ് ഏജൻസി ഔട്ട് ഓഫ് ദ വേ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് നോംസ് ചെയ്തെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കറപ്ഷൻ. മനസ്സിലല്ലേ? അതിന് ആളെ തേടേണ്ട ജോലി എൻ്റെതല്ല. എന്നാൽ അഴിമതി ഉണ്ടെങ്കിൽ മാധ്യമങ്ങളോടല്ല തന്നോടാണ് പറയേണ്ടതെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.